കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ എടുത്തു കഴിഞ്ഞുള്ളൂ. പക്ഷെ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇത് കൂടുതൽ റിസൾട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് ഞാൻ ആദ്യത്തെ കായ എടുത്തു. അപ്പം ഒരു കൊത്തൽ ഒരു 5-6 കായൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ അറിയാം, എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏലകൃഷി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എത്ര ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഗോട്ട ഹാപ്പി കസ്റ്റമർ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അടിമാലിക്കടുത്തുള്ള പനിക്കൻകുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പനിക്കൻകുടിയിലെ അപ്പച്ചൻ ചേട്ടൻ്റെ തോട്ടത്തിലാണ്. അപ്പച്ചൻ ചേട്ടൻ അഗോട്ട ബ്രാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം നല്ല രീതിയിൽ ചൂടുള്ള സ്ഥലമാണ് ഈ അടിമാലി പനിക്കൻകുടി എന്ന് പറയുന്നത്. അപ്പം അഗോട്ട ബ്രാൻഡ് യൂസ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്ത വ്യക്തി എന്ന നിലയിൽ അപ്പച്ചൻ ചേട്ടൻ്റെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. അപ്പച്ചൻ ചേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ അഗോട്ട ബ്രാൻഡ് യൂസ് ചെയ്ത്? അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വളരെ റിസൾട്ട് തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താങ്കളുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടു, ഫേസ്ബുക്കിലുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ അഗോട്ട ബ്രാൻഡിൻ്റെ ഈ ട്രസ്റ്റ് ഫ്രീയെക്കുറിച്ച് ഒരു വിശദാംശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ പരീക്ഷിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള തോട്ടങ്ങളൊന്നും കാ പിടിച്ചിട്ടില്ല, എനിക്കും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. ഒരു 10-20 ദിവസമായി പരീക്ഷിച്ച് നോക്കിയിട്ട് നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് തുടർന്ന് ഉപയോഗിക്കാനൊരു പ്ലാൻ എനിക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് ചുറ്റുപാടുള്ള തോട്ടങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഞാൻ ഉപയോഗിച്ചു. അതെ, ഞാൻ തന്നെ കണ്ടായിരുന്നു തൊട്ടടുത്തുള്ള തോട്ടങ്ങളൊന്നും ഒട്ടും കാ പിടിച്ചില്ല. ഞാൻ ആ കാര്യത്തിൽ ഏതായാലും സാറ്റിസ്ഫൈ ആണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും മേടിച്ചത്. ഇപ്പം ഞാൻ മരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും ഹാപ്പി ഹാർവസ്റ്റും അതുപോലെ ട്രസ്റ്റ് ഫ്രീയും അതുപോലെ 52-34 കൂടെ ഇന്ന് കൂട്ടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചേക്കും. അതെ അല്ലേ. നമുക്ക് സ്ട്രെസ് ഫ്രീ അടിച്ചു കൊടുത്തതിന് ശേഷം മഞ്ഞപ്പിഞ്ച് ഒഴിച്ചിലൊക്കെ കുറവുണ്ട്. മഞ്ഞപ്പിഞ്ച് ശരിക്കും കുറവുണ്ട്. കാരണം നേരത്തെ ഇതിൽ ഒന്നും പിടിക്കുന്നില്ലായിരുന്നു. പൊഴിഞ്ഞു പോകുമായിരുന്നല്ലേ? ശരിക്കും പൊഴിഞ്ഞു പോകുമായിരുന്നു. ഈ റിസൾട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് വളരെ ഹാപ്പി ആയി കാര്യത്തില്ല. അതെ അല്ലേ. കാരണം ഞാൻ ആദ്യമേ എനിക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് വളരെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. എന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് പരീക്ഷയാണ്. ഏതായാലും ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമായി. ഏതായാലും അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴ പെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കുന്നതാണ്. മറ്റുള്ളവർക്ക് റെഫറൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മുടെ മരുന്ന് നല്ലതായതുകൊണ്ട്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ആരോടും ഇതുവരെയായിട്ടും. എന്നാലേ ഇപ്പോൾ ചോദിക്കുന്നവരോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കായ്ക്ക് നല്ല വലിപ്പം ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ എടുത്തു കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇന്നലെ ആയിരുന്നെങ്കിൽ ഇത് കൂടുതൽ റിസൾട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇന്നലെ ഞാൻ ആദ്യത്തെ കായ എടുത്തു. അപ്പം ഒരു കൊത്തൽ ഒരു 5-6 കായൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ അറിയാം, എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏലകൃഷി തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് എത്ര ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നു. ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. വളരെ സന്തോഷം. തുടർന്ന് ഞാനത് ഉപയോഗിക്കാൻ തന്നെ എൻ്റെ ഒരു പ്ലാൻ അതാണ്. വളരെ നന്ദിയുണ്ട്. അപ്പം മറ്റൊരു ഹാപ്പി കസ്റ്റമർ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.